ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെയ്ത്ത് ചാലഞ്ചസ് ആൻഡ് റിയാലിറ്റി സീരീസ്. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കി ദി ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് ദി ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഫൈൻ ട്യൂണിങ് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ ഓർഡർ ടു സസ്റ്റെയിൻ ലൈഫ്. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡോക്ടർ രാജേഷ് കോട്ടൂരിനായിട്ട് നമ്മൾ സംസാരിക്കാൻ പോവാണ്. ഓവർ ടു ഡോക്ടർ രാജേഷ് കോട്ടൂർ. യെസ്, താങ്ക് യു. യെസ്, കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നമ്മൾ കാണുകയുണ്ടായി. ശാസ്ത്രലോകം എപ്പോഴും വലിയ ഒരു സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഹൗ ദിസ് ഓൾ ഡെവലപ്ഡ്, ഈ സൃഷ്ടപ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഈ ജീവൻ എങ്ങനെ ഉണ്ടായി, അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഭൂമി, അതിനെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം പരിപാലിക്കുന്നത്, അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അങ്കിള്, കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എസ്പെഷ്യലി യുവജനങ്ങളുടെ ഇടയിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചും ദൈവിക പഠനങ്ങളും ദൈവിക വിശ്വാസങ്ങളൊക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വരുവാണ്. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ ഒരു അവസ്ഥ? വാട്ട് ഇസ് ദ റിയാലിറ്റി എന്താണ് എന്ന് പറയാം? നല്ലൊരു ചോദ്യമാണത്. കാരണം പലപ്പോഴും നമ്മൾക്ക് വിദ്യാഭ്യാസവും മനുഷ്യൻ അവരുടെ ടെക്നിക്കൽ ഫാക്കൽറ്റീസ്, എഡ്യൂക്കേഷണൽ ഫാക്കൽറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ദൈവത്തെ പറ്റിയും ദൈവത്തിൻ്റെ ദൈവിക വിശ്വാസങ്ങളെയൊക്കെ നമ്മൾ ഒരു നാച്ചുറലായിട്ട് പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ലോകം പോകുന്നുണ്ട്. വിശ്വാസികളുടെ എണ്ണങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു വലിയൊരു പ്രതിസന്ധി ഇന്ന് നമ്മൾ കാണുകയാണ്. പല യൂറോപ്യൻ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ അത് വളരെ റാപ്പിഡായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് പലപ്പോഴും നടത്താറില്ല. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 1966 ടൈം മാഗസിൻ എന്ന് പറയുന്നൊരു വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാഗസിനാണ്, അവരൊരു കവർ സ്റ്റോറി നടത്തി, ഈസ് ഗോഡ് ഡെഡ്. അതായത് ഒരു കൾച്ചറൽ നെറേറ്റീവ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്, ഗോഡ് ഈസ് ഒബ്സലീറ്റ്, ദൈവവും ദൈവിക കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല, ദൈവം എന്ന് പറയുന്ന ഒരു പുറന്തള്ളപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയൊരു ആർഗ്യുമെൻ്റ് അന്ന് കൊണ്ടുവരുന്നു, ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട്. അന്നത്തെ ലീഡിംഗ് ആയിട്ടുള്ള പ്രൊപ്പണൻസ് ആയിരുന്ന കാൾ സേഗൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ടുള്ള ചില പ്രൊപ്പോസിഷൻസൊക്കെ കൊണ്ടുവന്നു. ഹി വാസ് എ സയൻറ്റിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യപ്പെടാനായിട്ട് നമുക്ക് 2 ക്രൈറ്റീരിയ മതി എന്ന് പറഞ്ഞാൽ, അന്ന് സയൻസ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഈ ആസ്ട്രോണോമിനെ പറ്റിയൊക്കെ പഠിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു സ്റ്റാർ ഉണ്ടായിരിക്കണം, ആ സ്റ്റാറിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ ഒരു പ്ലാനറ്റ് ഉണ്ടെങ്കിൽ അതിൽ ജീവനുണ്ടാകും. അപ്പോൾ അത് വലിയൊരു സയൻറ്റിഫിക് റെവല്യൂഷനായിട്ട് അന്ന് അംഗീകരിക്കപ്പെടുകയും ശാസ്ത്രലോകം അതിനെ വലിയ കരഘോഷത്തോടെ അതിനെ ഡെവലപ്പ് ചെയ്യും. അപ്പം നമ്മൾ ആ കാലഘട്ടത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങളനുസരിച്ച് ദെയർ വെയർ മോർ ദാൻ 1 octillion പ്ലാനറ്റ്സ് എന്നാണ് പറയുക. അതായത് നമ്മൾ ഈ കാണുന്ന സൃഷ്ടപ്രപഞ്ചത്തിൽ ദെർ ആർ മോർ ദാൻ 100 billion ഗാലക്സീസ്. അതിൻ്റെ ഉള്ളിൽ മോർ ദാൻ 100 billion സ്റ്റാർസ് ഉണ്ട്. അങ്ങനെയുള്ള ഈ സ്റ്റാർസിനെല്ലാം പ്ലാനറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സ്റ്റാറാണ് സൺ. ആ സണ്ണിൻ്റെ ചുറ്റുമാണ് നമ്മൾ ഈ കാണുന്ന പ്ലാനറ്റ്സ് ഒക്കെ ഉള്ളത്. അങ്ങനെ ദർ ആർ അബൌട്ട് 1 octillion പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 followed by 24 zeros. അത്രയും പ്ലാനറ്റ്സിൻ്റെ അകത്ത് 1 septillion പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 followed by 21 zeros ഉള്ള പ്ലാനറ്റ്സിൽ ദേ ആർ കേപ്പബിൾ ഓഫ് സപ്പോർട്ടിങ് ലൈഫ്. കാൾ സേഗൻ്റെ തിയറി അനുസരിച്ച് ഒരു സ്റ്റാറും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഡിസ്റ്റൻസിൽ ഒരു പ്ലാനറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ലൈഫ് ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാകുമ്പോൾ 1 followed by 21 zeros ഉള്ള നമ്പർ ഓഫ് പ്ലാനറ്റ്സിൽ ജീവൻ നിലനിർത്തുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ശാസ്ത്രലോകം 1966 ഡിസൈഡ് ചെയ്ത് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത്. ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയും ബാക്കിയുള്ള സ്പേസ് റിസർച്ചൊക്കെ ഒത്തിരി സ്പേസ് വോയേജസ് ഒക്കെ നടത്തി. നമുക്കറിയാവുന്നതാണ്. there was a study, I guess, which is called as the golden record. Golden record. In 1977 NASA 2 space shuttles-നെ വിട്ടു, Voyager 1 and Voyager 2. അപ്പോൾ അതിൻ്റെ അകത്ത് ഗോൾഡൻ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഫോണോഗ്രാഫിക് റെക്കോർഡ് ഉണ്ട്, which contains images and audio of the earth, of the people, of the different sounds. Basically എർത്തിനെ കുറിച്ച് റീറൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരിനെ കുറിച്ചും നമ്മുടെ എർത്തിലെ സൗണ്ട്സ് അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ഡിസ്ക്കാണ്. അപ്പം ഈ ഡിസ്ക് ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ബാക്കി എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിന് എർത്ത് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് ഉണ്ടെന്ന് അവർക്ക് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് വാസ് സെൻറ്റ് ഇൻ 1977 ആൻഡ് ഈവൻ 2014 ആയിട്ട് പോലും നമുക്ക് തിരിച്ചൊരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എക്സാക്ട്ലി. അതിന് SETI എന്നാണ് ആ പ്രോജക്റ്റിന് പറഞ്ഞിരുന്നത്, സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. ഈ കാണുന്ന ഇത്രയും നമ്പർ ഓഫ് പ്ലാനറ്റ്സിൻ്റെ അകത്ത് എവിടെയെങ്കിലും
ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടോ എന്നുള്ള അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടതാണ്. ഭയങ്കരമായിട്ട് ഫണ്ട് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് വിട്ടാണ്. അപ്പോൾ 2014 തിരിച്ചു വരുമ്പോഴും അതിൻ്റെ അന്ന് 0 ആണ് അതിനവർക്ക് റെസ്പോൺസ് കിട്ടിയത്. അപ്പോൾ ശാസ്ത്രലോകം ഒരു കാര്യം തിരിച്ചറിയുകയാണ്. എന്താണത്? ദ ഫാക്ടേഴ്സ് നെസസറി ഫോർ സസ്റ്റെയിനിങ് ലൈഫ് ആർ നോട്ട് ജസ്റ്റ് 2, ദർ ആർ മോർ. അവർ 10 കണ്ടുപിടിച്ചു, 20, 50 എത്തി. ഇന്ന് നമ്മൾ 2022 നിൽക്കുമ്പോൾ ദർ ആർ മോർ ദാൻ 250 പാരാമീറ്റേഴ്സ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ലൈഫ് ടു ബി സസ്റ്റെയിൻഡ് ഇൻ എ പ്ലാനറ്റ്, വിച്ച് ഈസ് unimaginable number of criteria which has to be there. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ ദൈവം എത്ര ശ്രേഷ്ഠമായി പരിപാലിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്കിൾ, നമ്മുടെ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ എർത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദർ ആർ 118 എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പം ഇത് നമ്മുടെ എർത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച എലമെന്റ്സ് ആണിത്. സോ നമ്മൾ ബാക്കി എക്സോ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സ് അല്ലെങ്കിൽ വേറെ ഗാലക്സീസ് നോക്കുവാണെങ്കിൽ അതർ ദീസ് മെനി എലിമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ ഇത്രയും എലിമെൻറ്റ്സ് ആൻഡ് ദ മിനറൽസ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ഫ്രം ദീസ് എലിമെൻറ്റ്സ്, അതിൻ്റെ ക്രിയേഷൻ്റെ ഉദ്ദേശം എന്താണ്? അതെ, ഇവിടെയാണ് നമ്മൾ വലിയൊരു സത്യം തിരിച്ചറിയുകയാണ്. നമുക്കറിയാം ബിഗിനിങ് ഓഫ് ദി യൂണിവേഴ്സ്, ദ ബിഗ് ബാങ് തുടങ്ങിയപ്പോഴൊക്കെ ദേ കുഡ് ട്രേസ് ദ ബിഗിനിങ് ഓഫ് ദി യൂണിവേഴ്സ്, ഹൗ ഇറ്റ് ഫോംഡ് ഇൻ ദ ബിഗിനിങ്, വാട്ട് വെയർ ദ എലമെന്റ്സ് ദെയർ. ആദ്യമേ ഉണ്ടായിരുന്ന എലമെന്റ്സ് വാസ് ജസ്റ്റ് ഹീലിയം ആൻഡ് ഹൈഡ്രജൻ. പിന്നീടാണ് ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഡെവലപ്പ്. നമ്മൾ കാണുകയാണ് 1950s ഒക്കെ എത്തുമ്പോഴാണ് ഫ്രെഡ് ഹോയിൽ എന്ന് പറയുന്ന വലിയൊരു ആസ്ട്രോണോമർ ആൻഡ് എ ഫിസിസിസ്റ്റ്, he discovered that carbon was the base element for life to be sustained. കാർബൺ ആറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ലോങ് ചെയിൻസ് ആണത്. ആ ലോങ് ചെയിൻസിൻ്റെ അറ്റത്ത് മാത്രമേ ഈ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിൽ മാത്രമേ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു ശാസ്ത്രലോകം. പക്ഷേ ഈ കാർബൺ ഫോം ചെയ്യാനുള്ള അവസ്ഥകൾ, കാർബൺ അങ്ങനെ വെറുതെ ഫോം ആവില്ല. കാർബൺ ഫോംസ് ഓൺലി വെൻ ബെറീലിയം ആൻഡ് ഹീലിയം ഫ്യൂസ്. ബെറീലിയം ആൻഡ് ഹീലിയം ആർ ലൈറ്റർ എലമെൻറ്റ്സ്. ഇത് ഫ്യൂസ് ചെയ്യാൻ വേണ്ട ഒരു ഒപ്റ്റിമമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ടെമ്പറേച്ചർ, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്കറിയാവുന്നതുപോലെ ഈ യൂണിവേഴ്സിൽ നമുക്ക് there are 4 major forces. One is the gravitational force, one is the electromagnetic force, and then we have the strong and weak ന്യൂക്ലിയർ ഫോഴ്സസ്. അപ്പം ഇതിൻ്റെ എല്ലാം റൈറ്റ് പ്രൊപ്പോർഷനിൽ നിൽക്കുമ്പോൾ മാത്രമേ കാർബൺ എന്നൊരു എലമെൻറ്റ് ഭൂമിയിൽ ഫോം ചെയ്യുകയും അത് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് വരികയുള്ളൂ. അപ്പം ഈ കാർബൺ ഫോം ചെയ്യുന്നത് ഈ സ്റ്റാറുകളുടെ നടുവിലാണ്. ഇവിടെയാണ് നമ്മുടെ എർത്തിൻ്റെയും നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗാലക്സിയുടെ ആ ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് മനസ്സിലാക്കാം. അതിനെ പെർട്ടൈൻ ചെയ്യുന്ന ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. Today on the John Ankerberg Show, modern science discovers the universe had a beginning. What are the implications of this discovery? Do the words, "In the beginning, God created the heavens and the earth," accurately describe what science has discovered? Even though the stars in our galaxy are as numerous as the grains of sand on this beach, namely about 100 billion, many astronomers are now convinced that it's extremely unlikely that there could be another habitable planet anywhere among them. Even if the just right planetary system were to form from the just right elements of dead stars, there is another critical factor to consider. The life support planet must be positioned at the just right location within the galaxy. Near the center of our galaxy, conditions are too congested. With billions of stars in a relatively small volume, gravitational tug-of-wars make the survival of life-supportable planets impossible, and the radiation there is intense, far too intense for life. Toward the outer edges of our galaxy, the stellar population becomes too sparse for planet building. The heavy elements generated by supernovae and white dwarf binaries are too few and far between, not enough building material to make planets. At almost any distance from our galactic center, conditions within the spiral arms prevent planet formation. Amazingly, our particular solar system resides at the perfect location in between spiral arms, neither too close to the center nor too close to the outer edge.
our just right location not only permits our existence, but it also allows us to see and explore our region of space. No wall of high-rises, no big dust clouds block our view. ഇവിടെ നമ്മൾ കാണുകയാണ് വളരെ പ്രിസൈസായിട്ട് ശാസ്ത്രലോകം എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ആ ഒരു സോളാർ സിസ്റ്റം അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ, അത് ഫോം ചെയ്യാനായിട്ട് ഗാലക്ടിക് സെൻറ്ററിൻ്റെ കൂടുതൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ പുൾ ആൻഡ് ദി റേഡിയേഷൻ. ലൈഫ് അവിടെ ഫോം ചെയ്യാൻ പറ്റില്ല. അത് ഒത്തിരി ദൂരെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എലമെൻറ്റ്സ് ഒന്നും കൊഹീർ ചെയ്യുകയില്ല. സോ ദർ ഓൾസോ ലൈഫ് ഇസ് നോട്ട് പോസിബിൾ. ഇത് ഫ്രെഡ് ഹോയിൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആസ്ട്രോണോമർ ഉണ്ട്. ഹി വാസ് എ എത്തീസ്റ്റ് ഫസ്റ്റ്. But as he went forward with the discoveries, scientific discoveries, he finally had to admit that there is a supernatural power. അവർ ദൈവം അംഗീകരിക്കുന്നില്ല. His final statement was, he said, common sense interpretation of data suggests that a super intellect has monkeyed with the physics and chemistry for life to exist. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, the conditions has to be not too hot, not too cold. The forces of physics cannot be too strong or too weak. The speed of light should not be too fast or slow. The expansion rate should not be too rapid or too slow for life to exist. അപ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ പ്ലാനറ്റിനെ, എസ്പെഷ്യലി ഭൂമി എന്ന് പറയുന്ന എർത്ത് എന്ന് പറയുന്ന ഈ പ്ലാനറ്റിനെ ദൈവം അത്ര ശ്രേഷ്ഠമായിട്ടാണ് പരിപാലിക്കുന്നത്. ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ കോമൺ മാനും നമ്മുടെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു യുവജനങ്ങളും ബാക്കിയുള്ള ഒരു ആവറേജ് മാനും ഇതിനെപ്പറ്റിയൊന്നും അവെയർ അല്ല. അവർ വിചാരിക്കുന്നത് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ഈ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളൊക്കെ ചുമ്മാ ഒരു പഴങ്കഥയാണെന്നുള്ളതാണ്. ഏതാനും ശാസ്ത്രജ്ഞന്മാരുടെ, വളരെ ഫേമസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഏതാനും കൊട്ടേഷൻസ് ഇതിനെപ്പറ്റി നമുക്കൊന്ന് കാണാം. Astronomer George Smoot at the University of California, Berkeley declared, "What we have found is evidence for the birth of the universe." He added, "It's like looking at God." Arno Penzias shared the Nobel Prize in Physics for the discovery of cosmic background radiation. He said, "Astronomy leads us to a unique event, a universe which was created out of nothing, one with the very delicate balance needed to provide exactly the conditions required to permit life, and one which has an underlying, one might say, supernatural plan." Astronomer George Greenstein, in his book The Symbiotic Universe, asks, "Is it possible that suddenly, without intending to, we have stumbled upon scientific proof of the existence of a supreme being?" And Stephen Hawking has conceded, "It would be very difficult to explain why the universe should have begun in just this way, except as the act of a God who intended to create beings like us." അപ്പോൾ നമ്മൾ കാണുകയാണ്, ലോകപ്രശസ്തരായിട്ടുള്ള ആസ്ട്രോഫിസിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാരൊക്കെ അംഗീകരിക്കുകയാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം. ദൈവത്തെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ഈ ചോദ്യങ്ങളുമായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സത്യങ്ങൾ തിരിച്ചറിയുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകളൊക്കെ എത്രമാത്രം പുറകിലാണ്. ദൈവം ഈ വലിയ സത്യങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നതും അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾക്ക് ഈ വിശുദ്ധ ലിഖിതങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 104 സങ്കീർത്തനത്തിന് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതൊരു ക്രിയേഷൻ നെറേറ്റീവിനെ വളരെ ഭംഗിയായി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. 5ഉം 6ഉം വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: "അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു, അത് ഒരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്നതുപോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു." 8ാമത്തെ വചനം പറയുകയാണ്: "അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിന്നു." എന്നിട്ട് 13ഉം 14ഉം വചനം പറയുകയാണ്: "അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു." വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുകയാണ് 19ാമത്തെ വചനം പറയുന്നു: "ഋതുക്കൾ നിർണ്ണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യന് അതിൻ്റെ അസ്തമയം അറിയാം. അവിടുന്ന് ഇരുട്ട് വരുത്തുന്നു." വീണ്ടും നമ്മൾ താഴോട്ട് വരുമ്പോൾ കാണുന്ന 24ാമത്തെ വചനം: "കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു." അപ്പം ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്നും ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യമൊക്കെ ഒരു പേഴ്സണൽ ബീയിങ് ആണെന്നുള്ള ഒരു സത്യം ഇന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നുണ്ട്.
ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തലങ്ങൾ നമ്മൾ ഉയർത്തേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങൾ അതാണ്. സയൻസും ശാസ്ത്രവും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ദൈവവും ദൈവവിശ്വാസവും പുറന്തള്ളപ്പെടുകയാണോ ചെയ്യേണ്ടത്, അതോ അത് എലിവേറ്റ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്? ശരിക്കും എലിവേറ്റ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും പോകാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. അതിനപ്പുറം ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൻ്റലക്റ്റ് പെർഫെക്റ്റ് ആകുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മുടെ ഇൻ്റലക്റ്റ്, അവർ കോഗ്നിറ്റീവ് പവേഴ്സ്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതെന്തിനാണ് ദൈവം നൽകിയിരിക്കുന്നത്? സോ ദാറ്റ് ഹി വിൽ സെർച്ച് ഗോഡ് ആൻഡ് ഫൈൻഡ് ദ റിയൽ ട്രൂത്ത് അബൌട്ട് ഹിം. അതിനുവേണ്ടിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യൻ ഇന്ന് ലോകത്തിലേക്ക് നോക്കി ലോകത്തിൻ്റെ പരിപാടികളും ലോകത്തിൻ്റെ സംവിധാനങ്ങളൊക്കെയാണ് ഇതിൽ തന്നെ അതിൻ്റെ എൻഡ് കണ്ടെത്താൻ നോക്കുമ്പോൾ ഗോഡ് ഇസ് ടേക്കിംഗ് എ ബാക്ക് സീറ്റ്, വിച്ച് ഇസ് റിയലി അൺഫോർച്ചുനേറ്റ്. ആൻഡ് വി ഹാവ് ടു റിയലി കൗണ്ടർ ഇറ്റ് ബൈ having discussions like this. We should interact more with youth so that they'll also come to know about the real truth. ഇനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഫൈൻ ട്യൂണിങ് ഓഫ് ദ യൂണിവേഴ്സ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ കാണുന്ന പ്ലാനറ്റ്സിൽ അവർ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എവിടെയും ജീവനില്ല. 10, 20, 30, 40, 50 വർഷം വോയേജറിനെ പോലെയുള്ള സ്പേസ് റിസർച്ചൊക്കെ നടത്തിയിട്ടും ദർ ഇസ് നോ റെസ്പോൺസ്. സോ ദാറ്റ് വെരി സ്പെസിഫിക്കലി ഷോസ് ദാറ്റ് ഗോഡ് ഹസ് ഗോട്ട് എ വെരി പർപ്പസ്, വെരി ഡെഫിനിറ്റ് പർപ്പസ് ഫോർ അസ് ടു ബി ഹിയർ, ഹ്യൂമൻ ബീയിങ്സ് ടു ബി ഹിയർ. അതിന് ദൈവം വലിയ സംരക്ഷണ വലയം തീർത്തിട്ടാണ് നമ്മുടെ ഭൂമിയെ ഇവിടെ സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള പ്ലാനറ്റ്സ് എങ്ങനെയാണ് കവചങ്ങളായി നിൽക്കുന്നത്. നമ്മൾ ഗാർഡിയൻ ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും. നമ്മൾക്ക് എല്ലാവർക്കും ഓരോ കാവൽ മാലാഖയുണ്ട്. എർത്തിൻ്റെ കാവൽ മാലാഖയായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വലിയൊരു പ്ലാനറ്റ്, ദ ബിഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദിസ് സോളാർ സിസ്റ്റം, ദ ജൂപ്പിറ്റർ, ഹൗ ഇറ്റ് ആക്ട്സ് എന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. The next stop on our flight is the giant planet Jupiter, 10 times farther away from us than Mars. Jupiter is 40 light minutes away from Earth. That means it takes light from Jupiter 40 minutes to reach the Earth. Jupiter is such a colossus that it outweighs by 2.5 times all the other planets in our solar system combined. The giant red spot we see as we look at the top of Jupiter's dense atmospheric layers shows a 2,000-mile-per-hour hurricane raging for centuries. To give some perspective, that spot is 4 Earth diameters across. Researchers in the 1990s sought to probe Jupiter's many mysteries, such as the degree to which light penetrates those thick clouds, and whether the planet has a rocky core or just super dense frozen gases. In the course of their investigation, they discovered evidence of Jupiter's importance to Earth life. Jupiter is positioned and dimensioned to shield Earth from collisions. The planet's nearness and mass typically deflect comets and asteroids that are moving on a collision course with Earth. Occasionally, Jupiter itself takes the hit, as in this 1994 encounter with Comet Shoemaker-Levy. Though each fragment of Shoemaker-Levy was smaller than Manhattan Island, 21 of them raised fireballs more than 10,000 miles high and made Earth-sized bruises in Jupiter's atmosphere. Any planet capable of sustaining life needs a just right-sized Jupiter standing guard to shield it from life-ending asteroid and comet impacts. Jupiter's size and position are important to Earth life for yet another reason. If Jupiter were any larger than it is, or any closer to Earth, its gravity would wreak deadly havoc on Earth's orbit. Jupiter is a just right-sized protector in a just right location. നമ്മൾ പലപ്പോഴും മൂവീസിലൊക്കെ കാണും, എസ്പെഷ്യലി ഹോളിവുഡ് മൂവീസിലൊക്കെ കാണും, സ്പേസിൽ നിന്ന് ആൾക്കാർ ഇൻവേഡ് ചെയ്യാൻ വരുന്നു, അമേരിക്കൻ പട്ടാളം പോയി അവരെ വെടിവെക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. ഈ കോമറ്റ് ലിവായ് എന്ന് പറയുന്ന ഷൂമേക്കർ ലിവായ് എന്ന് പറയുന്ന ആ ഒരു കോമറ്റ് എർത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കോമറ്റാണ്. അത് ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിൽ കയറി ഇറ്റ് വെൻറ്റ് ആൻഡ് ഹിറ്റ് ജൂപ്പിറ്റർ അൾട്ടിമേറ്റ്ലി. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ കോമറ്റ്സ് വന്നുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ്.
ആ കോമറ്റിലെ ഒരെണ്ണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 3 lakh ആറ്റം ബോംബ്സിൻ്റെ അത്രയും പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഷൂമേക്കർ ലെവായ് എന്ന് പറയുന്ന ആ കോമറ്റിൻ്റെ അത് 20 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് അത് ചെതറിയിട്ടാണ് അത് ജൂപ്പിറ്ററിൽ പോയി ഇടിക്കുന്നത്. ആ ജൂപ്പിറ്ററിൽ പോയി അത് ഇടിക്കുന്ന സമയത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം ആറ്റം ബോംബുകൾ പൊട്ടുന്ന അത്രയാണ്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ എനി വൺ ഓഫ് ദം കമ്മിങ് ആൻഡ് ഹിറ്റിംഗ് ദ എർത്ത്. നമ്മൾ ആരും ഇവിടെ സർവൈവ് ചെയ്യില്ല. എവറി ഡേ ദ വിസ്ഡം ഓഫ് ഗോഡ്, ദ ലവ് ഓഫ് ഗോഡ് സസ്റ്റെയിൻസ് അസ് ഡേ ഇൻ ഡേ നൈറ്റ്. ഇതൊന്നും തിരിച്ചറിയാതെയും ഇതൊന്നും മനസ്സിലാക്കാതെയും ജീവിക്കുന്ന ഒരു ലോകത്തിൽ, ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സോ ദിസ് ഇസ് വെയർ വി ഗോ റോങ്. ഇത് മാത്രമല്ല, എർത്തിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള പ്ലാനറ്റ്സും എല്ലാം അതിൻ്റേതായ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഓർബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. I will take your attention to the next video. Traveling another 40 light minutes out from Earth, we arrive at another giant planet, Saturn. Saturn has about a third of Jupiter's mass, and it still outweighs all the planets other than Jupiter by several times. 1,000 Earths would fit inside Saturn's volume. The next 2 planets we encounter are also gas giants, Uranus and Neptune. Uranus is 15 times more massive than Earth. Like all planets this large, including Jupiter and Saturn, it's mostly gas. Uranus, like Saturn, is surrounded by concentric rings, but unlike any other planet in the solar system, its rotation axis points toward the Sun. Neptune, just slightly larger than Uranus, features a great dark spot, presumably a large, stable hurricane like Jupiter's Great Red Spot. Neptune's largest moon, Triton, orbits in the opposite direction to the planet's rotation, leading us to conclude that it was captured after Neptune's formation. Neptune is more than 4 light hours away from Earth. From Neptune's surface, the sun would appear as just a bright point in the sky. Neptune is so frigid that ammonia and nitrogen would liquefy there and gasoline would freeze. These 4 gas giants, Jupiter, Saturn, Uranus, and Neptune, travel in unique, almost circular orbits on a horizontal plane around the sun. This stands in stark contrast to gas giants so far discovered outside our solar system, which either orbit too close to their stars or have elliptical and/or non-horizontal orbits. Even a slight deviation from their appointed paths would be catastrophic for life on Earth. സോ അങ്കിള് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ അങ്കിള് പാരമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നത് ഈ പാരമീറ്റേഴ്സ് ഒക്കെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ശരിക്കും ആവശ്യകത എന്താണ്? ഇതിനെക്കുറിച്ച് ഒന്ന് ഇവിടെയാണ് നമ്മളൊരു വലിയ സത്യം തിരിച്ചറിയുന്നത്. ഹ്യൂമൻ ലൈഫിൻ്റെ വാല്യൂ ആണ് അവിടെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും വിലയില്ലാത്തൊരു സംഗതിയാണ് ഹ്യൂമൻ ലൈഫ്. നമ്മളിന്ന് ലോകത്ത് നോക്കുമ്പോൾ കാണുന്നത് ബാക്കിയെല്ലാത്തിനെയും മനുഷ്യൻ വലിയ പൊക്കി പിടിച്ച് നടക്കുമ്പോഴും നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്താണെന്നും ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ ദൈവം എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ, നേരത്തെ കണ്ട വീഡിയോയിലൊക്കെ അങ്ങനെയാണ്. ഈ ഓർബിറ്റുകളിലൊക്കെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പാത്ത് മാറുകയോ അതിൻ്റെ ഡയമെൻഷൻസ് മാറുകയോ ചെയ്താൽ ഈ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ ദ 1980s 85സിലൊക്കെ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ മേളിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയറിൽ ഓസോണുണ്ട്. ഈ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്ത് ഓസോൺ ഹോൾ ഉണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു. അത് ഈ പറയുന്ന നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയിരുന്നത് ഓസോണാണ്. ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ക്യാൻസറുകൾ കൂടും, ലിവിങ് ഓർഗാനിസംസ് ഒക്കെ മരിച്ചു പോകും. അതുകൊണ്ട് ഈ ഓസോൺ ലെയർ വലിയൊരു ഹോളുണ്ടായി. കാരണം മനുഷ്യൻ ഇവിടെ നിന്നുണ്ടാക്കുന്ന ഈ ക്ലോറോഫ്ലൂറോക്ലോനോൺസ് ഒക്കെ ഈ നമ്മുടെ റെഫ്രിജറേറ്റർ, ACs എന്നൊക്കെ പുറപ്പെടുവിക്കുന്ന ഈ മാലിന്യങ്ങൾ ഈ ഓസോൺ ലെയറിനെ ഡാമേജ് ചെയ്ത് ഈ സൂര്യപ്രകാശം, അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിലേക്ക് കൂടുതലായി പതിക്കുന്നതായി കണ്ടു. ഇതിനെ മറികടക്കാനായിട്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടി അവർ കുറേയൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ എടുത്തു. പക്ഷേ അൾട്ടിമേറ്റ്ലി when they came to about 2018 they found that ozone hole is completely healed.
ഇത് മനുഷ്യൻ വിചാരിക്കുന്ന മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വരുത്തിയതാണ്. ആക്ച്വലി അതിനുശേഷം 85 ശേഷമാണ് ലോകത്തിലെ ഡെവലപ്പിംഗ് നേഷൻസൊക്കെ വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസും ബാക്കിയുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും സ്പേസ് റിസർച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്നത് സ്പേസാണ്. സ്പേസ് റിസർച്ചിലേക്ക് നമ്മൾ വിടുന്ന ഈ സ്പേസ് ക്രാഫ്റ്റും ഷിപ്സും ഒക്കെയാണ് ഈ ഓസോൺ ലെയറിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. സോ ആഫ്റ്റർ 1985 അപ് ടു 2017, 18, 19, 20 വരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് ശരിക്കും ഇത് നശിച്ചു പോകേണ്ടതാണ്. ബട്ട് വി നോ ദാറ്റ് ദർ ഇസ് എ ഗോഡ് ഹൂ ഇസ് ഹോൾഡിങ് ഇറ്റ് ഓൾ ടുഗെദർ. ആ ദൈവത്തിൻ്റെ കരം നമ്മളെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നത് കൊണ്ട് നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ പോകുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവൻ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നത്. നമ്മൾ അടുത്ത എപ്പിസോഡ്സിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗോഡ് ഡൂയിങ് ദിസ് ഓൾ ഫോർ ഹ്യൂമൻസ് എന്നുള്ളതിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കാണും. അതിനു മുമ്പായിട്ട് നമ്മൾ കാണുകയാണ് ഈ ബൈബിളിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ കാണുന്നത്. നമ്മുടെ ഹോളി ബുക്ക് ബൈബിൾ എന്തുകൊണ്ടാണ് നമ്മൾ സത്യവേദ പുസ്തകമാണെന്ന് പറയുന്നത്? ദിസ് ഇസ് വെയർ വി പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യമാണ്. അങ്കിൾ, നമ്മളുടെ ഈ ഒരു ലോകത്ത് പല ഡിഫറെൻറ്റ് റിലിജൻസ് ഉണ്ട് ദാറ്റ് ഹാവ് കം അപ്പ് ഓവർ ദി ഇയേഴ്സ്. അപ്പം ഈ പല റിലിജൻസിലും അവരുടെ സ്വന്തമായ ബിലീഫ്സും ട്രഡീഷൻസും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ മാത്രം റിലിജൻ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ് സത്യദൈവം എന്ന് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഈ ലോകത്തിൽ? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്, ഒരു ദൈവമല്ലേ ഉള്ളൂ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് എത്തൂലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഇവിടെയാണ് നമ്മൾ ശാസ്ത്രലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ബിബ്ലിക്കൽ ഫാക്ട്സുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കേണ്ടത്. ബൈബിൾ ഈസ് ദ ഓൺലി ഹോളി ബുക്സ് വിച്ച് എക്സ്പ്ലെയിൻസ് ദ ബിഗിനിങ് ഓഫ് ദ സ്പേസ്, ടൈം ആൻഡ് മാറ്റർ. ബൈബിളിൽ മാത്രമുള്ള ദൈവത്തിന് മാത്രമേ ഈ സ്പേസ് ടൈം മാറ്റർ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ ബൈബിളിലെ ആദ്യത്തെ വചനമെന്ന് പറയുന്നത്, ഉൽപ്പത്തിയിലെ ആദ്യത്തെ വചനമെന്ന് പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പം ഈ ദൈവം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഹീ ഈസ് വൺ ഹൂ പ്രീഡേറ്റ്സ് ടൈം ആൻഡ് സ്പേസ്. എന്ന് പറഞ്ഞാൽ ഈ ടൈമിൻ്റെയും സ്പേസ് എന്ന് പറയുന്ന മാറ്റർ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്, ഒരു പേഴ്സണൽ ബീയിങ് ആണ് ദൈവമുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബൈബിൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സ്പേസ് ടൈം തിയറത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പൊണൻസ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിൻസും ഐ തിങ്ക് ഇറ്റ് ഈസ് റോജർ പെൻറോസ്, ഇവർ രണ്ടുപേരും ഒരു സ്പേസ് ടൈം തിയറം കൊണ്ടുവന്നു. ദേ എക്സ്പ്ലെയിൻഡ് ഇറ്റ് ആൻഡ് ദേ സെഡ് ദേ ഫൗണ്ട് സംതിങ് കോൾഡ് ആസ് എ സ്പേസ് ടൈം കർവ്. എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ് കണ്ടുപിടിച്ച ശേഷം ദേ കുഡ് ട്രാവൽ ബാക്ക് ടു ദ ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ അങ്ങനെ പുറകോട്ട് പോകും തോറും ഈ സ്പേസ് ടൈം കർവ് started to become bending, and there came a point where the space-time curve came into a point where it was almost nothing. It became so dense and it couldn't be further compressed. എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ മതങ്ങളിലുള്ള ദൈവസങ്കല്പങ്ങളും ഈ ഒരു സ്പേസ് ടൈം മാറ്ററിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ദി അതർ ഗോഡ്സ് കംസ് ടു എക്സ്റ്റിങ്ഷൻ if this space-time theorem is true, which is scientifically it has been proven. കാരണം നമ്മൾ ബിഗ് ബാങ്ങിൻ്റെ ഒറിജിൻ കണ്ടെത്തി, വി കുഡ് ട്രാവൽ ബാക്ക് ടു ദ പോയിന്റ് വെർ ഇറ്റ് ഓൾ ബിഗാൻ. അങ്ങനെ വരുമ്പോൾ ഈ സ്പേസ് ടൈം തിയറത്തിൻ്റെ പുറകെ വരുമ്പോൾ പാൻതീസ്റ്റിക് റിലിജൻസ് എല്ലാം ഇറലവൻ്റ് ആകുകയാണ്. കാരണം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് വേണം, ടൈം വേണം, മാറ്റർ വേണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ ദൈവിക സങ്കല്പങ്ങളും വരുന്നത്. എല്ലാം ദൈവമാണ്, എല്ലാത്തിലും ദൈവമുണ്ട്. കാണുന്നതും ഞാനായിരിക്കുന്ന ഇടങ്ങളിലും ഈ നമ്മൾ കാണുന്ന എല്ലാത്തിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ വിഷ്വലായിട്ടും ഈ സ്പേസ് ടൈം മാറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് ദൈവിക സങ്കല്പങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. ദിസ് ഇസ് വെയർ ദ ബൈബിൾ കംസ് into the reality and gives us the reality about what faith is all about and how the true word of God is only found in this holy book. ബൈബിളിലെ ദൈവം പറയുന്നുണ്ട്, ദൈവം സൃഷ്ടിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം സൃഷ്ടിക്കുന്നത്. See, God creates something out of nothing. See, if somebody has to create something out of nothing, that person has to be outside that. അപ്പോൾ ഇതിൻ്റെ പുറമേ നിൽക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ വിച്ച് കുഡ് ആക്ട് ഓൺ നത്തിങ് ടു പ്രൊഡ്യൂസ് സംതിങ്. ഇത് ശാസ്ത്രലോകം അംഗീകരിച്ചാണ്. നാസയുടെ സൈറ്റ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫൈനലി സയൻസ് ഇസ് ഡിസ്കവേർഡ് ഗോഡ് എന്ന് പറയുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. See, this is where we come into the reality of realizing what God has revealed in His holy book are all truths. ഇത് നമ്മൾ ബൈബിളിൽ മാത്രമാണ് ഇതിനെ പറ്റിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കാണുന്നത്. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡ്സിലേക്ക് വരുമ്പോൾ ജീസസ് എന്ന് പറയുന്ന ആ ഒരു ദൈവം എന്തിന് മനുഷ്യനായി അവതരിച്ചു,
എന്തിന് ദൈവം ഇത്ര ഭംഗിയായിട്ട് ഇതെല്ലാം ക്രമപ്പെടുത്തി മാനവകുലത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എലമെൻറ്റ്സും ഈ നമ്മൾ കാണുന്ന എല്ലാ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ട ബയോഡൈവേഴ്സിറ്റി ദൈവം എന്തിനു ചെയ്തു എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. സോ ഐ തിങ്ക് ദിസ് ഇസ് ഗിവൺ യു സം ഇൻസൈറ്റ് ഇൻ ടു വാട്ട് ദ ചാലഞ്ചസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് റിയാലിറ്റീസ് ദാറ്റ് വി ഹാവ് ഇൻ ദിസ് time and age. അതുകൊണ്ട് we will continue this discussion. God bless you all.